ഹലോ, എന്തൊക്കെയാണ് വിശേഷം? ഞങ്ങളിതാ ചെറായി ബീച്ചിൽ പോകാൻ പോവാണ് കേട്ടോ. ജാനുട്ടിയും കണ്ണനും എന്തേ പോകാനായിട്ട് സെറ്റായിട്ട് റെഡിയായി വണ്ടിയിലിരിക്കുകയാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാനിവിടുന്ന് റെഡിയായി ഇറങ്ങുന്നേ ഉള്ളൂ. ജാനുട്ടി വണ്ടിയിലിരുന്നുകൊണ്ട് അമ്മയുടെ അടുത്ത് വാ എന്ന് പറഞ്ഞ് ക്ഷീണിച്ച അവസാനം അവൾ ബൈ ബൈ പറഞ്ഞു എനിക്ക്. പോകുന്ന വഴിക്ക് നമ്മൾ വോട്ടൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോയത്. വോട്ടൊക്കെ ചെയ്ത് വണ്ടി കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ജാനുട്ടി ഇതേ ഉറക്കക്ഷീണമായി. ജാനുട്ടി അമ്മയുടെ മടിയിൽ കയറി സെറ്റായി. അങ്ങനെ ഞങ്ങൾ പോയി ഇതാ ബീച്ച് എത്താറായിട്ടോ. ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഇത് ചെമ്മീൻകെട്ടാന്ന് തോന്നുന്നു കേട്ടോ. എനിക്കത്ര കറക്റ്റായിട്ട് അറിയില്ല. ചെമ്മീൻകെട്ടാന്ന് തോന്നുന്നു. ഇത്ര അധികം വെള്ളം കണ്ടിട്ടേ ജാനുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം ടാപ്പിൽ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊരു കനാലുണ്ട്. അവിടുത്തെ വെള്ളത്തിലൊക്കെ ഏത് നേരവും പുള്ളിക്കാരി ഭയങ്കര വെള്ളത്തിൽ കളിയുടെ ആളാണ്. പക്ഷേ ഇവിടെ വന്ന് ഇത്രയും വെള്ളം ഇങ്ങനെ ഒരുമിച്ച് കണ്ട് പുള്ളിക്കാരി ആകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലെത്തിയപ്പോൾ വെള്ളത്തിൽ കളിക്കുന്ന ആൾക്ക് വെള്ളം കണ്ടപ്പോൾ പേടി. എന്ത് ചെയ്താൽ അവൾ താഴെ ഇറങ്ങില്ല. വെള്ളത്തിലിറങ്ങാൻ വിളിച്ചാൽ പേടിയായിട്ട് അവൾ മാറി മാറി നിൽക്കുകയാണ്. അവസാനം എന്താ അനിയൻ്റെ വൈഫ് ഇതാ മണ്ണൊക്കെ വാരി കളിച്ചത്. പുള്ളിക്കാരിയുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കണില്ല. എന്ത് ചെയ്താൽ പുള്ളിക്കാരി വെള്ളത്തിലിറങ്ങില്ല, പേടി. പിന്നെ ഞാൻ കണ്ണനെ എടുത്ത് കൊണ്ടുപോയി. കണ്ണനെയും ചെറുതായിട്ടൊന്ന് കാല് നനയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് കൊണ്ടുപോയതാണ്. പക്ഷെ അവനും ഈ തിരകൾ വരുന്ന കണ്ടിട്ട് ഭയങ്കര പേടിയായിട്ട് അവനും ഭയങ്കര കരച്ചിലായിരുന്നേ. അവനും ഞാൻ ചുമ്മാ വെള്ളത്തിലിറങ്ങി കളിക്കാനുള്ള ആളായിട്ടില്ല, എന്നാലും ചുമ്മാ കടൽ വരെ അവിടെ വരെയൊക്കെ പോയതല്ലേ, ചുമ്മാ ഒന്ന് കാലൊക്കെ നനച്ച് വരാമെന്ന് വിചാരിച്ചിറക്കി. ആളെന്ത് ചെയ്താൽ നിൽക്കില്ല കേട്ടോ. ബീച്ചിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജാനുട്ടിനെ നമ്മൾ എത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും പുള്ളിക്കാരി നടക്കണില്ല. പുള്ളിക്കാരി വെള്ളത്തിൽ ഇറങ്ങില്ലെന്ന് വാശിയാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഞാൻ എന്താ ജാനൂട്ടീനെയും കണ്ണനെയൊക്കെ വെച്ചിട്ട് എന്തായാലും ഒരു വെള്ളത്തിലിറങ്ങില്ല, കരയിൽ നിന്നെങ്കിലും കുറച്ച് ചിന്ന ചിന്ന വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം അങ്ങനെ കടലൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ടുണ്ട് ഞാൻ ബീച്ചിലൊക്കെ പോയിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടേ ഇല്ല, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കും എന്താ ടൈം ഒരുവിധം ആയി. ഇവിടെ പിള്ളേർ പട്ടമൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. ഒരു പരുന്തിൻ്റെ ഒരു ഇതിലുള്ള പട്ടം അവിടെ കിടന്ന് പറക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. കുറേ നേരം നോക്കിയിരുന്നത്. അങ്ങനെ കുറേ നേരം ഇരുന്നു. ഇതാ സൺസെറ്റൊക്കെ ആയി. സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത് ബീച്ച് എൻജോയ് ചെയ്ത് ഒത്തിരി നാളായിട്ടോ ഇങ്ങനെയൊക്കെ ഈവനിങ് ടൈം ഇത്ര സൂപ്പറായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ഒത്തിരി നാളായി. അതാ ഈ ഒരു ടൈം ആയെങ്കിലും ബീച്ചിൽ അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബീച്ചിലേക്ക്. അത്യാവശ്യം നല്ല തിരക്ക് ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു അപ്പൂപ്പൻ കുറേ ഉണക്കമീനൊക്കെ വയ്ക്കുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഒരു പാക്കറ്റ് ചെമ്മീനൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളിത് ആ ബീച്ചിനോട് ബൈ ബൈ പറഞ്ഞ് പോവാണ്. അപ്പോൾ ഇനി എന്നാ വരാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും ഇന്നത്തെ ഈവനിങ് അടിപൊളിയായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.